നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇപ്രാവശ്യം വലിയ പ്രചാരങ്ങൾ ഇക്കുറി ഇല്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏത് രീതിയിലും മോദിയെ ഭരണത്തിൽ നിന്നും താഴെയിറക്കാനായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇക്കുറി മോദിയെ ഭരണത്തിൽ നിന്നും താഴെയിറക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇക്കുറി തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ ഒരു പ്രചാരണം ആവേശം കാണിക്കാത്തത്. മോദിക്കെതിരെ ഭരണവികാരം ഒന്നും തന്നെയില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് BJP സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമ്പോൾ നടപ്പിലാക്കേണ്ട 100 ദിന കർമ്മ പദ്ധതികൾ തയ്യാറാക്കാൻ നരേന്ദ്രമോദി സെക്രട്ടറിമാരോട് നിർദ്ദേശിക്കുകയും അതിനുവേണ്ടി സെക്രട്ടറിമാരുടെ ഒരു പ്രത്യേക ടീം തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ അതിന്റെ ഒരുക്കങ്ങൾ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ NDAയ്ക്കും മോദിക്കും അനുകൂല തരംഗമാണ് എവിടെയും പ്രകടനമായിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അധികാരത്തിലെത്തിയാൽ ഉടൻ നടപ്പിലാക്കേണ്ട 100 ദിന കർമ്മ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകുന്നതിന് നരേന്ദ്രമോദി സർക്കാർ തുടക്കം കുറിക്കുന്നത്. വിവിധ മന്ത്രാലയങ്ങളെ കൂട്ടിയിണക്കിയാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ 100 സംഘങ്ങളായി തിരിഞ്ഞ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൃഷി, ധനകാര്യം, വിദേശകാര്യം, പ്രതിരോധം തുടങ്ങിയ സുപ്രധാന മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാർ സംഘങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. പുതിയ സർക്കാരിന് നടപ്പിലാക്കാനുള്ള അജണ്ടയാണ് ഇവർ മുൻഗണനാക്രമത്തിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നതെന്ന് വേണം കരുതാൻ. 3ാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്നും രാജ്യത്തിന്റെ ജനങ്ങളുടെയും ക്ഷേമത്തിനായി വലിയ തീരുമാനങ്ങൾ എടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് റാലികളിൽ വ്യക്തമാക്കിയിരുന്നു. വമ്പൻ മാറ്റങ്ങളെക്കാൾ ഉപരി സാധാരണക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾക്കാകും 100 ദിന കർമ്മ പദ്ധതികൾ ഊന്നൽ നൽകാൻ പോകുന്നത്. മൊത്തം 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് തിങ്കളാഴ്ചയാണ്. 96 മണ്ഡലങ്ങളിൽ നിന്നായി 1717 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ആന്ധ്രാപ്രദേശിലെ 25 സീറ്റുകളിലേക്കും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലേക്കും ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീസ എന്നിവിടങ്ങളിലും അതുപോലെ ജമ്മു കാശ്മീരിലുമാണ് ഇക്കുറി വോട്ടെടുപ്പ് നടക്കുന്നത്.